ഇപ്പോഴുള്ള അമ്മ നല്ല ഭംഗിയുള്ള അമ്മയാണ്. പക്ഷെ ഞാനൊരു 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മേന്റെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഞാൻ 10ൽ പഠിക്കുമ്പം അമ്മയ്ക്ക് 55 വയസ്സുണ്ട്. 40 വയസ്സിലാണ് ഞാൻ ഉണ്ടായത് അമ്മയുടെ. അപ്പം 55 വയസ്സുള്ള ഒരു അമ്മേനേക്കാളും പ്രായം തോന്നുമായിരുന്നു എന്റെ അമ്മേനെ കാണുമ്പോൾ. നരച്ച മുടി, മെലിഞ്ഞ ശരീരം, ഒട്ടിയുണങ്ങിയ കവിള് കണ്ടു കഴിയുമ്പോ തന്നെ നമുക്കൊരു വല്ലാത്തൊരു രൂപമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള എന്നെ അറിയുന്നവരുടെ അടുത്തോ ഇതാണ് എന്റെ അമ്മ എന്ന് എന്നെ പറഞ്ഞു പരിചയപ്പെടുത്താൻ എനിക്ക് ഭയങ്കര ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. അത് ഏറ്റവും എന്നെ ഫീൽ ചെയ്യിപ്പിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് സെന്റ് ഓഫ് പാർട്ടിയൊക്കെ നടക്കുമ്പോൾ എല്ലാ അമ്മമാരും വരണം എന്നും പറഞ്ഞു. അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം. അന്ന് ഇതുപോലെ സ്മാർട്ട് ഫോണോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴെങ്കിലും സ്കൂൾ ഫോട്ടോസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ് നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടുന്നത്. അപ്പം അന്ന് എനിക്ക് എന്റെ കൂട്ടുകാരുടെ മുന്നിലും അവരുടെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ചെറുപ്പക്കാരാണ്. എല്ലാവരും ടീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പൊസിഷനിലുള്ളവരാണ്. പക്ഷെ എന്റെ അമ്മേനെ അവരുടെ മുന്നിൽ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാന് ഇതാണ് എന്റെ അമ്മ എന്ന് പറയാൻ എന്റെ ഉള്ളിലുണ്ടായിരുന്ന അപകർഷതാബോധം കൊണ്ട് ഞാനൊരു നുണ പറഞ്ഞു. സെന്റ് ഓഫ് പാർട്ടി ഒന്നുമില്ല, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് വയ്യ, അതുകൊണ്ട് സെന്റ് ഓഫ് പാർട്ടി ഒന്നും നടത്തുന്നില്ല, അമ്മ വരണ്ടാന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. പകരം ടീച്ചറുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്താ അമ്മയ്ക്ക് തീരെ വയ്യ, നടുവാകെ പ്രോബ്ലം ആയിട്ട് കിടപ്പിൽ തന്നെയാണ്. പക്ഷെ അമ്മ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് എണീറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞു. ആ നുണ എന്നെ വല്ലാണ്ട് ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ അന്ന് പറഞ്ഞ ആ ഒരു നുണ കൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെ വെയ്യാണ്ടി ആവുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഓരോ സമയത്തും എന്തെങ്കിലും വെയ്യാണ്ടി ആവുമ്പോൾ എനിക്ക് പേടിയാ. ഞാൻ അന്ന് എന്തിനാണ് അങ്ങനെ നുണ പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞാലും 15 വയസ്സുള്ള കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ബോധം വേണ്ടേ? പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഞാൻ ഓപ്പണായിട്ട് എല്ലാരും മുന്നിലും അമ്മേനെ കാണിക്കാനുള്ള മടിയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. അതെനിക്ക് വല്ലാത്തൊരു വിഷമാണ്. കാരണം അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എല്ലാ ഡോക്ടേഴ്സും ബന്ധുക്കളും പറഞ്ഞു ഈ പ്രായത്തിൽ ഒരു ഡെലിവറി ബുദ്ധിമുട്ടാണ്, കുഞ്ഞിനെ ഒഴിവാക്കാന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എന്താ പറഞ്ഞത്? അമ്മ മരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ വരണം, ഞാൻ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതായത് എന്റെ അമ്മയ്ക്ക് പ്രായമായതും ബുദ്ധിമുട്ടായതും ഇങ്ങനെ വെയ്യാണ്ടായതൊക്കെ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മറന്നിട്ട് ഞാൻ അന്ന് അത് പറഞ്ഞത് എനിക്ക് വല്ലാണ്ട് വിഷമായി. ഈ മിനിറ്റും ഞാൻ അതിനെ കുറിച്ച് സങ്കടപ്പെടുന്നുണ്ട്. അത് അമ്മയ്ക്ക് അറിയില്ല. സോറി അമ്മ. ഓരോരുത്തരുടെയും ജീവിതത്തില് ഇങ്ങനെ അധികം നമ്മൾ പുറത്തേക്ക് പറയാത്ത കുറെ രഹസ്യങ്ങൾ ഉണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് ബാലു. നമ്മളുടെ സ്വന്തം അമ്മ നമുക്കൊരു കുറച്ചിലായിട്ട് നമുക്ക് തോന്നുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടായോ. കുറെ ആൾക്കാർ ചിലപ്പോൾ ഈ ഷോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരങ്ങനെ ചിന്തിച്ചിട്ടും ഉണ്ടാവും, ഇതുപോലെ തന്നെ ചെയ്തിട്ടും ഉണ്ടാവും. പക്ഷെ അത് ഏറ്റു പറയുമ്പം വലിയൊരു ആശ്വാസമാണ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ. ഇത്രയും നാളത്തെ ആ ഒരു ഒളിച്ചു വെക്കൽ അത് അമ്മയോട് ഏറ്റു പറഞ്ഞു. അമ്മയ്ക്ക് വന്ന വിഷമം മോൻ അത് പറഞ്ഞ നിമിഷം മുതൽ അമ്മ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിരിക്കാനുള്ള ശക്തി എനിക്കും ഇല്ല. മോൻ ഏറ്റു പറഞ്ഞു അമ്മേ, മോന്റെ ഏറ്റവും വലിയൊരു രഹസ്യം അവൻ ഒളിപ്പിച്ചു വെച്ച, അവൻ ആ സമയത്ത് ചിന്തിച്ചൊരു കാര്യം. അമ്മയ്ക്കത് കേട്ടിട്ട് എന്താ ബാലുവിനോട് പറയാൻ തോന്നുന്നത്? ഇവൻ കോട്ടപ്പടി ബോയ്സിലായിരുന്നു പഠിച്ചത്. അപ്പൊ അവിടെ സ്കൂളിൽ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവന്റെ വക കുറെ ഡാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് കാണാനുള്ള കൊതിയുണ്ട്. ഞാൻ പണിയെടുക്കണോടത്ത് നിന്ന് മോന്റെ സ്കൂളിൽ ഒന്ന് പോണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ സ്കൂളിൽ വന്നു. ഒരു 2 മണി സമയത്ത് ഞാൻ ചെന്നപ്പോ ഗേറ്റിന്റെ അവിടുന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇതേമാതിരി ഒന്നല്ല, പറ്റ മെലിഞ്ഞിട്ടാണ് ആകെ അപ്പൊ എന്നോട് അടുത്തുനിന്ന് വന്ന് പറഞ്ഞു, ഇതാണ് കാരണം എനിക്കറിയില്ലല്ലോ. അപ്പൊ പോയിക്കോളും അമ്മേ, കുട്ടികള്
സ്കൂളിലേക്ക് അങ്ങോട്ട് വരണ്ട, അമ്മ പോയിക്കോളൂ, വീട്ടിലേക്ക് പോയിക്കോളൂ പറഞ്ഞു. ഇതുകൊണ്ടാവും എനിക്കറിയില്ല. കരയണ്ട അമ്മ, കരയാതിരിക്കൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമാവും. അപ്പൊ എനിക്ക് അവന്റെ കാണാനുള്ള കൊതിക്ക് വന്നത്. ബാലു